സുധാകരേട്ടാ, നിങ്ങൾ 40-50 കിഡ്സ് അല്ലേ? ഇനി 80-90 കിഡ്സുകൾക്ക് ബാറ്റൻ കൈമാറി ഒന്ന് മാറി നിന്നുകൂടെ? 10-85 കൊല്ലം അധികാരത്തിൻ്റെ ശീതളയിൽ ഈ നാടിനെ സേവിച്ച് മതിയായില്ലേ? ഈ പുത്തൻ തലമുറയ്ക്ക് അധികാരമൊന്ന് കൈമാറി ഒന്ന് വിശ്രമജീവിതം നയിച്ചുകൂടെ? നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ആദരവുമുണ്ട്. നിങ്ങളുടെ പോരാട്ട വീരത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. കണ്ണൂരിൻ്റെ മണ്ണിൽ പോരടിച്ചിരുന്ന സുധാകരേട്ടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ 10-50 കൊല്ലക്കാലം MLA, MP, മന്ത്രി അധികാരത്തിൻ്റെ എല്ലാ സിംഹാസനങ്ങളും ഇരുന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ടും ഇനിയും അത് തുടരണമെന്ന ചിന്തയുണ്ടല്ലോ, അത് പുത്തൻ തലമുറയ്ക്ക് ഊറിച്ചിരിക്കാനുള്ള വകയായി മാറും. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അവസാനം എങ്ങനെയാകാൻ പാടില്ല എന്നതിന് മാതൃകയായി മാറരുത്. നിങ്ങൾ ആരോഗ്യവാനാണെന്നുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ജനങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ പത്രക്കാട് മുന്നിൽ കാണിക്കുന്ന വെളിവുകേടുകളും പാഴ്വാക്കുകളും മതി ജനങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി 2 ചെറുപ്പക്കാർ വീറോടെ പോരടിച്ചു. മത്സരം കഴിഞ്ഞു, റിസൾട്ട് വന്നു. ആ 2 ചെറുപ്പക്കാരും തോളോട് തോള് ചേർന്ന് പാർട്ടിയുടെ വിജയത്തിനായി എല്ലായിടത്തും പ്രവർത്തിക്കുകയാണ്. അത് മുതിർന്ന നേതാക്കന്മാർക്കൊരു മാതൃകയാക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സ്ഥാനം ചവിറ്റുകൊട്ടയിലായിരിക്കും, ജനഹൃദയങ്ങളിലായിരിക്കില്ല.